ഹായ് എവ്രിവൺ, എല്ലാവർക്കും മെസ്സ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ മൂന്നാറിലുള്ള ചിന്നക്കനാൽ എന്ന പ്ലേസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ സൂര്യനെല്ലിയിലെ KFDC ആനയിറങ്ങൽ ക്യാമ്പിലാണ് ആദ്യം റൂം ബുക്ക് ചെയ്തത്. പക്ഷേ അവിടെ വാട്ടർ ഇഷ്യൂസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ നിയർ ബൈ ഗുഡ് റിസോർട്ട് തപ്പിയപ്പോൾ കിട്ടിയ ഒരു റിസോർട്ടാണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചിന്നക്കനാലിലാണ്. നീലക്കുറിഞ്ഞി ലക്ഷറി പ്ലാന്റേഷൻ റിസോർട്ട്, അതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ റൂംസും അതുപോലെ തന്നെ കോട്ടേജസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫാമിലീസിനായാലും കപ്പിൾസിനായാലും ഇനി ബാച്ചിലേഴ്സിനായാലും ഒരുപോലെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഈ ഒരു റിസോർട്ടിൽ കൂടുതലും കോട്ടേജസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സിംഗിൾ ബെഡ്റൂം ഉള്ളത്, 2 ബെഡ്റൂം ഉള്ളത്, അതുപോലെ തന്നെ 4 ബെഡ്റൂംസ് വരെ ഇൻക്ലൂഡ് ആയിട്ടുള്ള കോട്ടേജസുകൾ ഇവിടെയുണ്ട്. ഇവിടെയുള്ള കോട്ടേജസിന്റെ റേറ്റ് വരുന്നത് 5600 മുതൽ മാക്സിമം 7850 വരെയാണ്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇവിടെ വിളിച്ച് നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഞങ്ങൾ 2 ഫാമിലീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ 2 ബെഡ്റൂം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കോട്ടേജാണ് എടുത്തത്. ഞങ്ങളെടുത്ത ആ ഒരു കോട്ടേജ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു കോട്ടേജിൽ ഒരു ലിവിംഗ് റൂം, ഒരു ഡൈനിങ് ഹാൾ, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ 2 ബെഡ്റൂംസ്, പിന്നെ മുകളിലായി സെലിബ്രേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ബിഗ് ഹാൾ, ഇത്രയാണ് വരുന്നത്. ബെഡ്റൂംസ് എല്ലാം അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയതാണ്. ഇത് കൂടാതെ ഈ ഒരു ഡൈനിങ് ഹാളിൽ ഒരു കോമൺ വാഷ്റൂം കൂടി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം രണ്ടും ഒരേ സൈസിലുള്ളതാണ്, ഒരേപോലുള്ള 2 ബെഡ്റൂംസ് ആണ്. ബാത്റൂമൊക്കെ ഭയങ്കര നീറ്റായിട്ടുള്ള ബാത്റൂം തന്നെയാണ് കേട്ടോ. അതും ബാത്തിങ് ഏരിയ ആൻഡ് ടോയ്ലറ്റ് ഗ്ലാസ് സെപ്പറേറ്റഡ് ആണ്. നമ്മുടെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ ടീ കുടിക്കാനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് സെൽഫായിട്ട് ചായ ഉണ്ടാക്കാം. ഇത് 2 ബെഡ്റൂമിലും ഒരുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇത് നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ അമേസിങ് വ്യൂ ആണ്. ഇത് കണ്ടോ, നല്ല വിശാലമായി നമുക്ക് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റും. ഈ ഒരു കോട്ടേജിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള മറ്റൊരു റൂമാണിത്. നമുക്കൊരു പാർട്ടിയൊക്കെ നടത്താനോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനോ ഒക്കെ പറ്റിയ ഒരു ഇടമാണിത്. 2 ഫ്ലോർ ആയിട്ടാണ് ഈ ഒരു കോട്ടേജ് വരുന്നത്. ഇതിൽ മുകളിലത്തെ ഫ്ലോറിലുള്ള റൂമാണിത്. ഇത് പ്ലേയിങ് ഏരിയ ആണ്. ഇവിടെ പാർക്ക് പോലെ ഒരുപാട് കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഇതുപോലെ ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ അതെല്ലാം കളിക്കാൻ പറ്റും. ബാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിച്ചാൽ കിട്ടുന്നതാണ്.
അങ്ങനെ കുറച്ച് നേരം ഗാർഡനിലൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളൊരു ഈവനിങ് വാക്കായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ കുറച്ചങ്ങ് പോകുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ടാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പോകുന്നത്. ഓരോരോ സ്ഥലങ്ങളിലും ഓരോ പ്ലാന്റേഷനാണല്ലോ ഉണ്ടാവുക. ഇവിടെ കൂടുതലും ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഏല കൃഷിയിലാണ്. നിങ്ങളീ കാണുന്നതെല്ലാം കാർഡമം പ്ലാന്റേഷനാണ് കേട്ടോ. പക്ഷേ ഇത് ബേസിക്കലി മെച്ചുവേർഡ് അല്ലാത്ത ഏലമാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് അതിരിക്കുക. അങ്ങനെ കുറേ നടന്ന് ഞങ്ങൾ വ്യൂ പോയിന്റിലെത്തി. ഈ ഒരു കാഴ്ച കാണാനാണ് കേട്ടോ ഞങ്ങൾ ഇത്രയധികം നടന്നത്. സാരമില്ല, വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് അല്ലേ. ഏതായാലും ഞങ്ങൾ കഷ്ടപ്പെട്ട് നടന്നത് വെറുതെ ആയില്ല. ഇവിടെ ഇങ്ങനെ പ്രകൃതി കണ്ടിരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോവാണ്. കുറച്ച് ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഇവിടെ വന്ന് ഒന്ന് ഫ്രഷായി കുറച്ച് നേരം പിള്ളേരായിട്ട് ഗെയിംസൊക്കെ കളിച്ചിരുന്നപ്പോൾ ഡിന്നർ എത്തി. പിന്നെ ഞങ്ങളുടെ ഫുൾ അറ്റൻഷൻ ഡിന്നറിലേക്കായിരുന്നു. കാരണം രാവിലെ തൊട്ടുള്ള ട്രാവലിംഗ് ആയിട്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം. അതാണ് ഇനി അടുത്ത ടാർഗറ്റ്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഞങ്ങൾ ബേസിക്കലി ഇവിടെ മാർച്ച് എൻഡിങ്ങിലാണ് വന്നത്. ആ ഒരു ടൈമിൽ മഴ സ്റ്റാർട്ടപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ആ ഒരു സമ്മർ ചൂടിൽ പോലും ഇവിടെ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു. റെയിനി സീസൺ ആണെങ്കിൽ ഇവിടെ ഒന്നുകൂടെ ക്ലൈമറ്റ് ബെറ്റർ ആയിരുന്നേനെ. ഒരുപാട് നമ്മൾ കാണാത്ത ടൈപ്പ് ബേർഡ്സിനെയൊക്കെ ഇവിടെ കാണാൻ പറ്റി. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബേർഡിൻ്റെ പേരറിയോ? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ മോർണിംഗിൽ ഒരു 7 മണിയായപ്പോൾ തന്നെ എഴുന്നേൽക്കുകയുണ്ടായി. കോഫിയൊക്കെ പിന്നെ റൂമിൽ തന്നെ റെഡിയാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബ്ലാക്ക് കോഫിയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പിന്നെ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് നേരെ ഗാർഡനിലേക്കാണ് ഇറങ്ങിയത്. ഈ ഒരു റിസോർട്ടിൻ്റെ ഗാർഡൻ അടിപൊളിയാണ് കേട്ടോ. എല്ലാം നല്ല രസമായിട്ട് തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ കുറേ നേരം ഗാർഡനിലൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയത് നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോഴേക്കും ഒരു 8 o'clock സമയമായിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാം വെജ് ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നും നോൺ വെജ് ആയിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഗുഡായിരുന്നു. ഇന്ന് ഒരു 11 മണിയോടുകൂടി ഞങ്ങൾ ഈ ഒരു റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യും. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കമ്പം തേനി വഴിയാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ഗ്രേപ്പ് ഫാം വിസിറ്റിംഗ് കൂടി പോകാനുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക്. ഇപ്പോൾ
നമ്മൾ കമ്പം തേനി റൂട്ടാണ് കേട്ടോ പോകുന്നത്. നിങ്ങൾ ആ ഒരു KSRTC ബസ് കണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പ്രകൃതി രമണീയമായ ഒരു റൂട്ടിലൂടെ ഇങ്ങനെയുള്ള ഒരു ബസ്സിലുള്ള ട്രാവലിങ് ശരിക്കും വേറിട്ട ഒരു അനുഭവം തന്നെ ആയിരിക്കും കേട്ടോ. ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗ്രേപ്പ് ഫാമിൽ എത്തിയിട്ടുണ്ട്. ജെനീസ് ഗ്രേപ്പ് ഫാം എന്നാണ് ഫാമിൻ്റെ പേര്. പിന്നെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ റീൽസിലും വീഡിയോസിലും ഒക്കെ കാണുന്നത് പോലെ അത്ര രസമായിട്ടുള്ള കാര്യമല്ല ഈ കമ്പം തേനി ഭാഗത്തുള്ള ഗ്രേപ്പ് ഫാം വിസിറ്റിംഗ്. ഭയങ്കര പൊള്ളുന്ന വെയിലായിരുന്നു അവിടെ. പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്, എല്ലാത്തിനും ഉണ്ടല്ലോ അതിൻ്റെതായ ബ്യൂട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ട്രാവലിംഗ് ഒക്കെ പോകുന്ന ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.